താൻ ചട്ടം ലംഘിച്ചിട്ടില്ലെന്ന് ആവർത്തിച്ച് സസ്പെൻഷൻ നേരിട്ട എൻ പ്രശാന്ത് IAS മുതിർന്ന ഉദ്യോഗസ്ഥനെ അധിക്ഷേപിച്ചില്ലേ എന്ന ചോദ്യത്തിന് സർക്കാർ നയങ്ങളെ വിമർശിച്ചില്ല എന്നായിരുന്നു മറുപടി. ഭരണഘടനയിലാണ് വിശ്വാസമെന്നും അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടെന്നും പ്രശാന്ത് പറഞ്ഞു. ഞാൻ ബോധപൂർവ്വം ഇതുവരെ ഒരു ചട്ടവും ലംഘിച്ചതായിട്ട് എനിക്ക് അറിയത്തില്ല. എല്ലാവരും സുഖിപ്പിച്ചുകൊണ്ട് സംസാരിക്കണമെന്ന് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല. ഒരു ഫെയർ ആയിട്ടുള്ളൊരു കാര്യം പറയാനോ ഒരു സത്യമായിട്ടൊരു കാര്യം സംസാരിക്കാനോ ഇവിടെ എനിക്ക് ഭരണഘടന തരുന്ന അവകാശമുണ്ട് എന്ന് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. അതിനിങ്ങനെ കോർണർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല തന്നെ. ഫാക്ട് നിങ്ങൾക്ക് തന്നെ നേരിട്ട് പരിശോധിക്കാവുന്ന കാര്യങ്ങളുള്ളൂ. സോ എനിവേ അത് പോട്ടെ. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ഞാൻ ഒന്ന് പോയിട്ട് വാറോല കൈപ്പറ്റട്ടെ. വാറോല കൈപ്പറ്റട്ടെ എന്നായിരുന്നു ഉത്തരവിനെ കുറിച്ചുള്ള ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി. AV ജയശങ്കറാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ജയശങ്കർ, വീണ്ടും അദ്ദേഹം പരസ്യ വിമർശനം, ഈ ഉത്തരവിലെ പരാമർശങ്ങൾ, അതുപോലെ അതിനിടയാക്കിയ സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ മാധ്യമങ്ങളോട് വീണ്ടും തുടർച്ചയായി പരാമർശം നടത്തുന്നു. അപ്പോൾ ഇത് കൂടുതൽ നടപടി അദ്ദേഹം കൂടുതൽ നടപടിയിലേക്ക് പോകുന്നുണ്ടോ? കാര്യങ്ങൾ അതായത് വളരെ ആത്മവിശ്വാസത്തോടു കൂടി വാറോല കൈപ്പറ്റട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രശാന്ത് സെക്രട്ടേറിയറ്റിലേക്ക് തിരിച്ചത്. ഇപ്പോൾ അദ്ദേഹം ഈ സസ്പെൻഷൻ ഉത്തരവ് കൈപ്പറ്റിക്കാണും. ഈ ഉത്തരവ് പരിശോധിച്ച ശേഷം തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് അദ്ദേഹം രാവിലെ മാധ്യമപ്രവർത്തകരോട് നമ്മോട് വ്യക്തമാക്കിയത്. ഭരണഘടന അനുവദിക്കുന്ന അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, ഭാഷാ പ്രയോഗം നടത്തുന്നതിൽ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് താൻ ഉന്നയിച്ച ആക്ഷേപങ്ങളെ, സമൂഹ മാധ്യമങ്ങളിൽ എഴുതിയ പോസ്റ്റുകളെ പ്രശാന്ത് ന്യായീകരിക്കുകയാണ്. അവസാന ഘട്ടത്തിലും ഈ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം സുപ്രീം കോടതിയുടെ ചില വിധികളുണ്ടെന്നും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എന്തായാലും പ്രശാന്ത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തുടർ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത്തരത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ചില സൂചനകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കുകയും ചെയ്യുന്നത്. എന്തായാലും അദ്ദേഹം വിശദമായ ഓർഡർ പരിശോധിച്ച ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ തുടർ നടപടികളിലേക്ക് കടക്കുക എന്ന കാര്യം വ്യക്തമാണ്. എന്തായാലും താൻ ചെയ്ത കാര്യങ്ങളെ പൂർണ്ണമായും അദ്ദേഹം ന്യായീകരിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നുണ്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴോ കോളേജിൽ പഠിക്കുമ്പോഴോ ഏതെങ്കിലും തരത്തിലുള്ള സസ്പെൻഷൻ ലഭിച്ചിട്ടില്ല. ഇത് തനിക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ആദ്യ അനുഭവമാണ്. അതുകൊണ്ട് തന്നെ വളരെ പക്വതയോടുകൂടി താൻ കൈകാര്യം ചെയ്യുന്നു അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. എന്തായാലും ഈ വിഷയത്തിൽ ഇനി പ്രശാന്തിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കുമെന്നത് നമ്മൾ കണ്ടറിയേണ്ടതുണ്ട്. അദ്ദേഹം ഈ ഉത്തരവ് സ്വീകരിച്ച ശേഷം, ഇത് പഠിച്ച ശേഷം തുടർ നടപടികൾ സ്വീകരിക്കും. ഒപ്പം തന്നെ മാധ്യമങ്ങളെ കാണുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിന്റെ ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.